അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ധർമ്മത്തെയും നീതിയെയും അതിൻ്റെ വക്താക്കളെയും അവഗണിക്കുകയും മാറ്റി നിർത്തുകയും തമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താകട്ടെ കുറ്റകൃത്യങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന കുറ്റവാളികൾ അവരുടെ മുഖം ക്യാമറയ്ക്ക് മുന്നിൽ തിരിക്കുമ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ പരിഭവവുമില്ലാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്കറിയാം പിടിക്കപ്പെട്ടാലും എത്രത്തോളം പ്രത്യാഘാതങ്ങളാണ്, വലിയ പരിക്കുകളാണ് സംഭവിക്കാനുള്ളത് എന്നതും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴികൾ എന്തെല്ലാമാണ്, അതിന് എന്തെല്ലാം കാര്യങ്ങൾ സ്വാധീനത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുമുള്ള തികഞ്ഞ ധാരണ അവർക്കുണ്ട്. കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ വാർത്തകൾ ചിത്രീകരിക്കപ്പെടുന്ന മീഡിയ ദൃശ്യങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ ആളുകൾ കയറിയിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എവിടെയാണ് നീതി? നഷ്ടപ്പെട്ടവർക്കല്ലേ നഷ്ടപ്പെട്ടത്? കൊലയാളികൾക്കും അതുപോലെ തന്നെ കുറ്റകൃത്യം ചെയ്തവർക്കും നാളെ മറ്റന്നാൾ പുറത്തിറങ്ങി വിലസാമല്ലോ. നിയമങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. കാര്യങ്ങൾ കൊണ്ട് പിടിക്കപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നെല്ലാം പറയുന്ന കമൻറ്റ് ബോക്സുകൾ നീതി നടപ്പിലാകാത്തതിൻ്റെ, ധർമ്മം തല്ലിത്തകർക്കപ്പെടുന്നതിൻ്റെ, കുറ്റവാളികൾക്ക് വിലസാനുള്ള യഥേഷ്ടമുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ നീരസവും അതിലുള്ള ധാർമ്മിക രോഷവുമാണ് പ്രകടമാകുന്നത്. എന്നാൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, മനുഷ്യർ തീർത്ത കോടതികളിൽ നിന്നും, മനുഷ്യരുടെ കണ്ണുകളിൽ നിന്നും, മനുഷ്യൻ സംവിധാനിച്ചു വെച്ച സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയാലും ഈ ജീവിതം ഒടുങ്ങുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഒരു പുതിയ ലോകമുണ്ട്. അവിടെ നമുക്ക് വിചാരണയും കൃത്യമായ ചോദ്യങ്ങളും കണക്കുകളും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന വിശ്വാസം ഒരു വിശ്വാസിയെ ഇരുട്ടിലും പകലിലും ധർമ്മബോധമുള്ളവനാക്കും എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീൻ, തത്ഫീഫ് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ്. ധാന്യങ്ങളും മറ്റും അളന്നു വാങ്ങുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൂമ്പിച്ചിട്ട് അതിനെ വടിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ ഒരു വിരൽ താഴോട്ടിറക്കി വെച്ച് വടിച്ചാൽ തന്നെ ഒരു വിരലിൽ പറ്റുന്ന അല്പം ധാന്യങ്ങൾ മതി. ഓരോരോ അളവ് പാത്രങ്ങൾ അളക്കുമ്പോഴും അവർക്ക് ചെറിയ ചെറിയ തോതിലുള്ള ധാന്യം മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി അവർ കരസ്ഥമാക്കുന്നു. അവരെയാണ് ഖുർആൻ വിളിച്ചത് വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവ വസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്കാകുന്നു നാശം. അവർ തൂക്കിക്കൊടുക്കുമ്പോൾ കൃത്യമായി കൊടുക്കുന്നു. അവർ ഇങ്ങോട്ട് തൂക്കി വാങ്ങുമ്പോഴാകട്ടെ അളവിൽ കുറവ് വരുത്തുകയാണ്. മറ്റുള്ളവൻ്റേത് അന്യായമായി കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കുന്നത് അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിനെ അവർ വിശ്വസിക്കുന്നില്ലേ, അവർ ഉറപ്പിക്കുന്നില്ലേ, അവർ ധരിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നൃത്തം, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിൻ്റെ ലോകരക്ഷിതാവിൻ്റെ മുന്നിൽ ഒരു നൃത്തമുണ്ട്. അവിടെ നാം രഹസ്യമാക്കിയത്, നാം മറച്ചുവെച്ചത്, നാം കബളിപ്പിച്ചത്, നാം മറ്റുള്ളവരെ പറ്റിച്ചത് പരലോകത്ത് കാണും എന്നുള്ളതാണ്. ആരും കാണില്ല, ആരും അറിയില്ല, ആരും മനസ്സിലാക്കില്ല. ഇനി പിടിക്കപ്പെട്ടാൽ തന്നെയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് എന്നതാണ് പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിനുള്ള പ്രചോദനമായി മാറുന്നത്. എന്നാൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. യസ്തഖ്ഫൂന മിനന്നാസ് വല യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളുടെ കണ്ണ് വെട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കാം, ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റിയേക്കാം. ഒരു വിശുദ്ധൻ്റെ മുഖം മൂടി ധരിച്ച് വ്യക്തിജീവിതത്തിലെ ദൂഷ്യഫലങ്ങളെ മൂടി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹറാമായ സമ്പാദ്യത്തിലൂടെയും ഹറാമായ വിനോദങ്ങളിലൂടെയും ആസ്വാദനങ്ങളിലൂടെയും സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെയും പുറമേ ഒരു വിശുദ്ധിയുടെ, ഒരു തെളിച്ചത്തിൻ്റെ, ഒരു നീതിയുടെ, ഒരു ധർമ്മത്തിൻ്റെ മുഖം നമുക്ക് പ്രകടമാക്കാൻ പറ്റിയെന്ന് വന്നേക്കാം. എന്നാൽ ഈ സംവിധാനങ്ങളും സെറ്റപ്പുകളും ഒന്നുമില്ലാത്ത നാമായി തന്നെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു പരലോകം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളെ തള്ളി നീക്കുന്നത് അങ്ങോട്ടേക്കാണ്. അവർ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തുറക്കപ്പെടുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ തിന്മകളുടെ പുതിയ വഴികൾ തട്ടി തുറക്കുകയാണ്. അതിൽ അവർ ആസ്വാദനം കണ്ടെത്തുകയാണ്. പിഞ്ചുമക്കളെ കൊന്നൊടുക്കുമ്പോഴും മറ്റുള്ളവൻ്റെ ധനം അപഹരിക്കുമ്പോഴും
ഒരുത്തൻ്റെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ കൊന്നൊടുക്കുമ്പോഴും ഭാവി തലമുറയെ തല്ലിത്തകർത്ത് നശിപ്പിക്കുമ്പോഴും തൻ്റെ സുഖം തീർന്നതിന് ശേഷം ഒരാളെ പിച്ചിച്ചീന്തി ഇല്ലാതാക്കുമ്പോഴും ലഹരിയുടെ പുതിയ പുതിയ തലങ്ങൾ തേടിയിറങ്ങി ആസ്വാദനത്തിൻ്റെ ആനന്ദത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ജീവിതത്തെ മാറ്റി നടുമ്പോഴും അവരെല്ലാം സുഖലോലുപതയിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരാരും രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദ്വാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പടച്ചറബ് അശ്രദ്ധനാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ദിവസം, കണ്ണ് തുറിച്ചു പോകുന്ന ഒരു ദിവസം, ഭീകരമായ ഒരു ദിവസം. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? അന്ന് മനുഷ്യൻ ഭീതിയിലായിരിക്കുമെന്നാണ്. യൗമ യജ്അലുൽ വിൽദാന ശീബ. ചെറിയ കുട്ടി പോലും അവൻ്റെ മുടി, കറുകറുത്ത മുടി നരച്ചു പോകുന്ന ഭീകരതയാണ് പരലോകത്ത് പടച്ചറബിൻ്റെ മുന്നിൽ സന്നിഹിതനാകുന്ന ആ ഘട്ടത്തിലുള്ളത്. അവിടെ നീതിപീഠം വയ്ക്കപ്പെടും. ഒരു നിസാരമായ കാര്യത്തിൽ പോലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകി കൊമ്പുള്ള ആടിനെ പകരം കുത്തിച്ച് അവിടെ അള്ളാഹു പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒരാളും അവിടെ നിന്ന് വിട്ടുപോകുന്ന, രക്ഷപ്പെട്ടു പോകുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടാത്ത ഒരവസ്ഥയുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വയൗമ നുസയ്യിറുൽ ജിബാൽ ഫതറൽ അർദ ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. ആകാശവും ഭൂമിയും എല്ലാം തകർക്കപ്പെടും. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ രൂപം തന്നെ മാറ്റപ്പെടും. പർവ്വതങ്ങൾ ചിതറിയ ധൂളികളായി പാറ്റിച്ചു കളയുന്ന അവസ്ഥയുണ്ടാകും. ഭൂമി ഒന്നുമില്ലാത്ത ഒഴിഞ്ഞതായി മാറും. അന്ന് നാം എല്ലാവരെയും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഖബറുകളിൽ, സെമിത്തേരികളിൽ, ശ്മശാനങ്ങളിൽ അന്തിയുറങ്ങുന്ന അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെട്ട ഖബറാളികൾ, മരണപ്പെട്ടു പോയ ആളുകൾ, കത്തിച്ച് ചിതാഭസ്മമാക്കി പുണ്യനദികളെന്നറിയപ്പെടുന്ന തീർത്ഥങ്ങളിൽ ഒഴുക്കിക്കളഞ്ഞവർ പോലും, ചിന്നിച്ചതറി ശരീരം മനുഷ്യർക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടായവർ പോലും സമുദ്രത്തിൻ്റെ ആഴികളിലേക്ക് ആണ്ടുപോയി പിന്നീട് യാതൊരുവിധ ഒരു ചെറിയ അടയാളം പോലും ബാക്കി വെക്കാതെ നശിച്ചു പോയവരും എല്ലാവരും പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ഫലം നുഗാദിർ മിൻഹും അഹദ. ഒരാളും തന്നെ അതിൽ നിന്ന് വിട്ടേക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പലിശയെക്കുറിച്ച് പറഞ്ഞു, പലിശയുടെ പരിക്കുകൾ പറഞ്ഞു, അപകടങ്ങൾ പറഞ്ഞു. അള്ളാഹു സാമ്പത്തിക രംഗത്ത് നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു പലിശയെ നിഷിദ്ധമാക്കിയപ്പോൾ തന്നെയും നമുക്ക് വരുമാനം നേടാൻ പറ്റിയ, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ കച്ചവടത്തെ അള്ളാഹു പ്രൊമോട്ട് ചെയ്യുകയാണ്. അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമായി അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നും പറഞ്ഞതിന് ശേഷം ഇനിയും അതിൽ നിന്ന് ആരും ഇത്രയെല്ലാം ഗൗരവത്തിൽ അതിനെ വിലക്കിയിട്ടും ആർക്കും പലിശയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പടച്ചറബ് പറയുന്ന ഒരു വാചകമുണ്ട്. അതെനിക്ക് ബാധകമാണ്, നമുക്കെല്ലാവർക്കും ബാധകമാണ്. നന്മ ചെയ്യുന്നവർക്ക് ബാധകമാണ്, തിന്മയിലൂടെ കഴിച്ചു കൂട്ടുന്നവർക്ക് ബാധകമാണ്. നിയമത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും സമ്പത്തിൻ്റെയും സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൻ ചെയ്തു കൂട്ടിയ അക്രമങ്ങളിൽ നിന്ന് ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കുന്നവർക്കും ഒരു വാണിംഗ് ആണിത്. ഫത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പടച്ചറബ് ഒരു കാര്യത്തെ നിഷിദ്ധമാക്കി എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഗൗരവം പറയുമ്പോൾ, അതിൻ്റെ അപകടം പറയുമ്പോൾ, അത് ചെയ്യുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടും ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവാം ഒരു ദിവസം നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് അള്ളാഹു ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവരെന്താണോ പ്രവർത്തിച്ചത് അതിനുള്ള പൂർണ്ണ പ്രതിഫലം, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ശിക്ഷയായിട്ടും അവിടെ നൽകപ്പെടും. ഒരാളും തന്നെ ആക്രമണത്തിന് വിധേയമാക്കപ്പെടുകയില്ല. ഒരാൾക്കും ചെയ്യാത്ത കേസ് അയാളുടെ മേലിൽ കെട്ടിവെക്കുന്ന അവസ്ഥയുണ്ടാവില്ല. ഒരാളും ചെയ്ത നന്മകൾ അയാളുടെ പേരിലില്ലാതെ അയാൾക്കത് നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമുണ്ടാവുകയില്ല. ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. ഒരു സൽപ്രവർത്തനങ്ങൾ ചെയ്ത, ഒരു പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യൻ്റെയും ഒരു പുണ്യകർമ്മവും അവിടെ പാഴായി പോവുകയില്ല. നമ്മൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ഒരു തവണ ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ ആളുകൾ പറയും, നിന്നെക്കൊണ്ട് എന്താണ് ഉപകാരമുള്ളത്, നിന്നെക്കൊണ്ട് എന്ത് നന്മയാണ് ഉണ്ടായിട്ടുള്ളത്, നീ എന്ത് പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഉപകാരവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത എന്നൊക്കെ ആളുകൾ കുറ്റപ്പെടുത്തുമ്പോൾ നിരാശപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ അറിഞ്ഞേക്കുക, 10-70 കൊല്ലം നമ്മൾ ജീവിച്ചിട്ടുണ്ടാകണം.
ചെറുപ്പം മുതൽക്ക് നാം മരിക്കുന്നവരേക്ക് നാം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ അനുരണനങ്ങളായി ആസാറുകളായിട്ട് എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ റബ്ബ് കാണുന്നുണ്ട്. നമ്മുടെ റബ്ബ് പരലോകത്ത് കൊണ്ടുവരും. അത് നമുക്ക് ഗുണമെങ്കിൽ ഗുണവും ശിക്ഷയെങ്കിൽ ശിക്ഷയും അതിൻ്റെ ആസാറുകൾ കൊണ്ട് ലഭിക്കും. പുണ്യപ്രവർത്തനങ്ങളൊന്നും പാഴായി പോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരാളോടും അക്രമം ചെയ്യാത്ത, ഒരാളും ചെയ്യാത്തത് അവൻ്റെ പേരിൽ കെട്ടിവെക്കാത്ത ഒരു കോടതിയുണ്ടെങ്കിൽ അത് പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയാണ്. അന്ന് രാജാക്കന്മാർ എവിടെ ഉണ്ടാകും? ഫഅൈനൽ മുലൂക്ക് അനൽ മലിക്, ഞാനാകുന്നു ഇന്ന് രാജാവ്. എവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ അധികാരികൾ? എവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിയമപാലകർ? എവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ വിധി പ്രഖ്യാപിച്ചവർ എന്ന് അള്ളാഹു ഉറക്കെ ചോദിക്കുന്ന, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർല, ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ, വസ്ത്രം ധരിക്കാതെ പടച്ചറബിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും എത്തും. വലഖദ് ജിഅ്തുമൂന ഫുറാദ, തനിച്ച്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും തനിച്ച് പടച്ചറബിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അന്ന് ഒരാളുടെ പേരിലും അള്ളാഹു ചെയ്യാത്തത് രേഖപ്പെടുത്തുകയില്ല. ഒരാളും ചെയ്തത് അയാളുടെ പേരിൽ ഇല്ലാതിരിക്കുകയുമില്ല. 99 പാപങ്ങളുടെ ഏടുകളുമായിട്ട് ഒരാൾ വരും. അള്ളാഹു അയാളോട് ചോദിക്കും, ഇതെല്ലാം നീ ചെയ്തതാണോ? അതല്ല എൻ്റെ എഴുത്തുകാർ നിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ? അയാൾ പറയും, ഇല്ല റബ്ബേ, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്, ഒന്നുപോലും ഞാൻ ചെയ്യാത്തതായിട്ടില്ല എന്ന് അയാൾ അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഒരാളുടെ പേരിലും അള്ളാഹു അന്യായം രേഖപ്പെടുത്തുകയില്ല. ഒരുപക്ഷെ നാം മറന്നിട്ടുണ്ടാകും, നമ്മൾ ചെയ്തത് മറന്നിട്ടുണ്ടാകും, പറഞ്ഞത് മറന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ നാം അറിയുന്നു പോലും ഉണ്ടാവുകയില്ല. അത്രയും അശ്രദ്ധയുടെ ആഴങ്ങളിലേക്ക് നാം ആണ്ടുപോയിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിരീക്ഷകരെയും കൃത്യമായ രേഖകളെയും കൃത്യമായ സാക്ഷികളെയും എല്ലാം സംവിധാനിച്ചു വെച്ചിട്ടാണ് പരലോക ഹിസാബ് നടത്തുന്നത്. ഒരാളും അവിടെ മൊഴി മാറ്റി പറയുന്നതില്ല. ഒരു സാക്ഷിയും അവിടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് കളവ് പറയുന്ന അവസ്ഥയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളുടെയോ സമ്പത്തിൻ്റെയോ സ്വാധീനം കൊണ്ട് ഒരാൾക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതൊന്നും ഉപകാരപ്പെടാത്ത ഒരു കോടതി പരലോകത്ത് വരാനുണ്ട്. അവിടെ എല്ലാവരും ഹാജരാക്കപ്പെടും. അവിടെ എല്ലാവരും വിചാരണ ചെയ്യപ്പെടും. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം എന്നിലേക്കാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ഹിസാബ് എൻ്റെ മേലാണ്. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന ഹിസാബഹും അലൈന, നിങ്ങളുടെ ഹിസാബ് എൻ്റെ മേലാണ് എന്നാണ് പറയേണ്ടത്. പക്ഷെ എന്തിനാണ് ഇന്ന അലൈന ഹിസാബഹും, അലൈനയെ മുന്നിലേക്ക് വെച്ചത് എന്ന ഒരു ചർച്ച പണ്ഡിതന്മാർ തഫ്സീറിൽ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു മാത്രമാണ് ഹിസാബ് ചെയ്യുന്നത് എന്നതിനുള്ള തെളിവാണത്. മരണപ്പെട്ടു പോയാൽ എവിടേക്ക് പോകും? ഓരോ ദർശനങ്ങളിലും വ്യത്യസ്ത വിശ്വാസങ്ങളാണ്. ഓരോരുത്തരും വ്യത്യസ്ത ധാരണകളാണ് വെച്ച് പുലർത്തുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐതിഹ്യങ്ങളുണ്ടാകും. എന്നാൽ അള്ളാഹു പറയുന്നത് ഇന്ന ഇലൈന ഇയാബഹും, മരണപ്പെട്ടു പോയ ഒരാളും പാഴായിപ്പോവില്ല, എല്ലാവരും എന്നിലേക്ക് തന്നെ മടങ്ങും. മടങ്ങിയിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് ഹിസാബിന് വിധേയമാക്കപ്പെടും. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ, എന്താണോ നിങ്ങൾ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ, പ്രവാചകന്മാർ ചോദ്യം ചെയ്യപ്പെടും. എന്താ ചോദ്യം ചെയ്യപ്പെടുക? ഈ ദൗത്യം മനോഹരമായി നിർവഹിച്ചോ എന്ന് ചോദ്യം ചെയ്യപ്പെടും. പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ആ സമുദായവും ചോദ്യം ചെയ്യപ്പെടും. ആ സമുദായം എങ്ങനെ അവരോട് റിപ്ലൈ കൊടുത്തു, അവരെങ്ങനെ ഈ മതത്തിൻ്റെ കൽപ്പനകളെ, ശാസനകളെ, വിലക്കുകളെ എങ്ങനെ അവർ സ്വീകരിച്ചു എന്നത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. പ്രവാചകൻ ഈ ദൗത്യം നിർവഹിച്ചോ എന്ന് പ്രവാചകനും ചോദ്യം ചെയ്യപ്പെടും. എന്താ ഹദീസിലെ പ്രയോഗം? ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യങ്ങൾ ചോദിക്കാതെ അടിമയുടെ കാല് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കും. എന്ത് പഠിച്ചു, എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കും. എവിടെ നിന്ന് പണം സമ്പാദിച്ചു, എവിടെ കൊണ്ടുപോയി ചിലവഴിച്ചു. എൻ്റെ പണം, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയാനാകില്ല. എൻ്റെ ഇഷ്ടം, എൻ്റെ സന്തോഷം, ഞാൻ അതിനനുസരിച്ച് ജീവിക്കും. മൈ പ്ലഷർ, മൈ ബോഡി, മൈ ചോയ്സ്, ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യൻ പറയില്ല. കാരണം ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഹിസാബ് എനിക്ക് നേരിടാനുണ്ടെന്ന ബോധ്യമുള്ള ഒരുത്തൻ പണം നേടുന്നത് ദീനിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കും. പണം വിനിയോഗിക്കുന്നത് ദീനിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കും. ഉണ്ണുന്നതും ഉടുക്കുന്നതും ഉറങ്ങുന്നതും അയാൾ അനുഭവിക്കുന്നതും അയാളുടെ രഹസ്യവും പരസ്യവും മുഴുവൻ അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കും. കാരണം ഇതൊന്നും ചോദിക്കാതെ കാല് മുന്നോട്ട് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനകളെക്കുറിച്ച് ചോദ്യമുണ്ട്.
ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു മിൻ അമലിഹി യൗമുൽ ഖിയാമത്തി സ്വലാത്തുഹു. നമസ്കാരമാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മമായിട്ടുള്ളത്. അത് പൂർണ്ണമാണോ എങ്കിൽ അയാൾ വിജയിച്ചു. അപൂർണമാണോ, സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഫർളിൻ്റെ കുറവുകൾ നികത്തും. ഇല്ലെങ്കിലോ അയാളുടെ കുറവുകൾ അവിടെ നിൽക്കും. രക്തം, അഭിമാനം, സമ്പത്ത്, ഇതിൻ്റെ പേരിലെല്ലാം ഇതെല്ലാം ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പകരം നൽകും. അഭിമാനം തകർത്തവൻ്റെ നന്മകൾ മറ്റുള്ള തകർക്കപ്പെട്ടവന് തിരിച്ചു കൊടുക്കും. ആക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കും. സമ്പത്ത് കൈക്കലാക്കിയവനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കർമ്മങ്ങളെടുത്ത് മറ്റവന് കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരാണ് പാപ്പരായവർ? പരലോകത്ത് ധാരാളം ഹസനാത്തുകളുമായിട്ട് വരും. പക്ഷെ അവൻ മറ്റൊരുത്തനെ വേദനിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരുത്തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്, മറ്റൊരുത്തൻ്റെ സമ്പത്തിനെ കൈക്കലാക്കിയിട്ടുണ്ട്. അവൻ്റെ നന്മകൾ ഇയാൾക്കെടുത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് അയാൾ ചെയ്ത ഫർളിൻ്റെ കുറവുകൾ നികത്തും. ഇല്ലെങ്കിലോ അയാളുടെ കുറവുകൾ അവിടെ നിൽക്കും. രക്തം, അഭിമാനം, സമ്പത്ത്, ഇതിൻ്റെ പേരിലെല്ലാം ഇതെല്ലാം ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പകരം നൽകും. അഭിമാനം തകർത്തവൻ്റെ നന്മകൾ മറ്റുള്ള തകർക്കപ്പെട്ടവന് തിരിച്ചു കൊടുക്കും. ആക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കും. സമ്പത്ത് കൈക്കലാക്കിയവനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കർമ്മങ്ങളെടുത്ത് മറ്റവന് കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരാണ് പാപ്പരായവർ? പരലോകത്ത് ധാരാളം ഹസനാത്തുകളുമായിട്ട് വരും. പക്ഷെ അവൻ മറ്റൊരുത്തനെ വേദനിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരുത്തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്, മറ്റൊരുത്തൻ്റെ സമ്പത്തിനെ കൈക്കലാക്കിയിട്ടുണ്ട്. അവൻ്റെ നന്മകൾ ഇയാൾക്കെടുത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന് പകരമായില്ലെങ്കിൽ ഇയാളുടെ തിന്മകളെടുത്ത് അയാൾക്ക് വെച്ചു കൊടുക്കും. സ്വന്തം നന്മകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു, മറ്റൊരുത്തൻ്റെ പാപം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായെങ്കിൽ അവനാണ് മുഫ്ലിസ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചാട്ടവാറ് കൊണ്ട് മറ്റൊരുത്തനെ അന്യായമായി അടിച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്ത് പകരം കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അബൂ മസ്ഊദ് തൻ്റെ അടിമയെ അടിച്ചപ്പോൾ ആ കുട്ടി കരയുകയായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അബൂ മസ്ഊദ്, താങ്കളെ തിരിച്ചടിക്കാൻ ആ കുട്ടിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അല്ലേ, ഫലസ്തീനെക്കുറിച്ചും മറ്റു രാഷ്ട്രങ്ങളെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് പോലും അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വേദന പറയാറുണ്ട്. തിരിച്ചടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളെ നോക്കിയിട്ട് നമ്മൾ വിതുമ്പാറുണ്ട്. ഒരു ദിവസം വരും, അന്ന് പടച്ചറബ് പകരം ചോദിക്കുമെന്ന് മഹാനായ പ്രവാചകൻ അബൂ മസ്ഊദിനോട് പറയാണ്, അബൂ മസ്ഊദ്, താങ്കൾ ആ കുട്ടിക്ക് തിരിച്ചു തല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അറിയുക, പടച്ചറബ് ആ കുട്ടിയേക്കാളും നിന്നെ തിരിച്ചടിക്കാൻ കരുത്തുള്ളവനാണെന്ന കാര്യം നീ ഓർത്തു വെച്ചുകൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എല്ലാം ചോദിക്കും. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. വിശന്നവശനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും നടന്നു പോകുമ്പോൾ അൻസാരിയായ ഒരു സഹാബി അവർ ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, ഈത്തപ്പഴം കൊടുത്തു. ആടിനെ അറുത്ത് അവരുടെ വിശപ്പടക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മല തുസ്അലുന്ന ഹാദൻ നഈം. ഈ നിഅമത്തിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. അബൂബക്കർ ചോദിക്കുക, നബി, ഇതിനെക്കുറിച്ചും ചോദ്യമുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, നല്ല വെയിലിൽ നിങ്ങളൊരു തണൽ വൃക്ഷത്തിന് ചുവട്ടിൽ തണൽ കൊണ്ടെങ്കിൽ അത് ചോദ്യമാണ്. ദാഹിച്ചവശനായപ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചെങ്കിൽ അതിനെക്കുറിച്ചും ചോദ്യമുണ്ട്. എല്ലാറ്റിനെക്കുറിച്ചും ചോദ്യമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ഒരാൾക്കൊരു 500 രൂപ, മകൻ്റെ കയ്യിൽ ഒരു 500 രൂപ കൊടുത്തിട്ട് അങ്ങാടി പോയിട്ട് ഇത്ര സാധനം വാങ്ങിവാ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് ചോദിക്കൂലേ? ഇക്കണ്ട നിഅമത്തുകളെല്ലാം ചെയ്തു തന്ന പടച്ചറബ് വെറുതെയല്ല, പരലോകത്ത് ചോദിക്കും. ഇന്നൽ അഹ്ദ കാന മസ്ഊല. ഉത്തരവാദിത്തങ്ങൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, എത്രത്തോളം നിർവഹിച്ചു എന്നുള്ളത്. എല്ലാം കാണാനും എല്ലാം കേൾക്കാനും എല്ലാം ചിന്തിക്കാനും എന്തുമാകാനും നമുക്കാവില്ല. വല തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്തിൻ്റെയും പിന്നിലൂടെ പോകാൻ സാധ്യമല്ല. അറിവില്ലാതെ എന്തിനേയും അന്ധമായി പിൻപറ്റിക്കൂടാ. കാരണം കാതും കാഴ്ചയും കേൾവിയും ചിന്തയും എല്ലാം പരലോകത്ത് ചോദ്യമാണ്. അണുമണി തൂക്കം പോലും അവിടെ വരും എന്ന് ഖുർആൻ പറയുന്നു. നന്മ വരും, തിന്മ വരും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ കിതാബ് വായിച്ചു നോക്കൂ. എന്താ ഈ കിതാബിലുള്ളത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതും എല്ലാം ഇത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ എന്നാണ്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ. നീതിയുടെ പീഠം വെക്കപ്പെടും, തുലാസ് വെക്കപ്പെടും. അവിടെ തൂക്കി നിർണയിക്കും, ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. ഒരു കടുകുമണിയോളമാണ്, ഒരു ധാന്യമണിയോളമാണ് തൂക്കമെങ്കിൽ പോലും അത് പരലോകത്ത് വരും. വകഫാ ബിനാ ഹാസിബീൻ. ഹിസാബ് നടത്താൻ നാം തന്നെ മദീനാണ്. അള്ളാഹ്ക്കതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചുപോയി, കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എത്രയുണ്ടാകും
ഉണ്ടാകുമെന്ന് അല്ലാഹു ആലം. എല്ലാവരെയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തൂക്കി നിർണയിച്ച് സാക്ഷി വിസ്താരം നടത്തി രേഖകൾ നൽകി ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തും. ഹിസാബില്ലാതെ കടന്നു പോകുന്നവരുണ്ട്, അള്ളാഹ് അതിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. ഹിസാബ് എളുപ്പമാക്കപ്പെടുന്ന ജസ്റ്റ് അവർക്ക് മാത്രം പ്രദർശിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്തുന്ന ആളുകളുണ്ട്, അള്ളാഹു അവരിലെങ്കിലും നമ്മെ ചേർക്കുമാറാവട്ടെ. എന്നാൽ ഹിസാബിന് വിധേയമാക്കപ്പെട്ടോ അവർക്ക് ശിക്ഷ ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ചെയ്യുന്നതൊന്നും പാഴായി പോകുന്നില്ല. ഓരോ 24 മണിക്കൂറും കൃത്യമായ രേഖയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിചാരണയെക്കുറിച്ചുള്ള ഓർമ്മയോടെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ തൊട്ടടുത്തുണ്ട്. നമ്മുടെ വിചാരണ എന്നത് മറക്കാതിരിക്കുക. ഒരാളും തന്നെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രശ്നമില്ലെന്ന കാര്യം നാം ബോധ്യപ്പെടുക. എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും വിചാരണയോർത്ത് കരഞ്ഞു. ഷഫാഅത്തിൻ്റെ ഹദീസിൽ പ്രവാചകന്മാർ പോലും പേടിച്ചരണ്ട് നിൽക്കുകയാണ്. മൂസാ നബിയും ഇബ്രാഹിം നബിയും ഈസാ നബിയും നൂഹ് നബി അടക്കം പേടിച്ച് നിൽക്കുകയാണ് ഹിസാബിനെക്കുറിച്ച്. മലക്കുകളെല്ലാം പേടിച്ചവശരായി നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം അള്ളാഹു അതീവ ക്ഷുഭിതനാണ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് മാത്രം അതിന് ഭയമില്ലാത്തൊരവസ്ഥയുണ്ടാകരുത്. സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട അബൂബക്കർ തലക്ക് മീതെ പക്ഷി പറക്കുമ്പോൾ പക്ഷിയോട് പറഞ്ഞു, പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് ഹിസാബും അദാബുമില്ലല്ലോ, വിചാരണയും ശിക്ഷയുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും വരും. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുമുല്ലാഹ് ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നമുക്കും അല്ലാഹുക്കും ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ നമ്മളെല്ലാവരും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ എത്തിപ്പെടുമെന്നാണ് റസൂലുള്ളാഹി പറയാണ്. അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ നരകമാണ്, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കുമ്പോൾ നരകമാണ്. അതുകൊണ്ട് ഫത്തഖുന്നാർ വലൗ ബിശഖ്ഖി തംറ, ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ സ്വർഗം നേടാൻ പരിശ്രമിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹിസാബ് എളുപ്പമാകാൻ, അവിടെ രക്ഷപ്പെടാൻ നമുക്കുണ്ടാകേണ്ടത് വിചാരണയുണ്ടെന്ന ബോധമാണ്. അവിടെ വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകലാണ്. പാപങ്ങൾ പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യലാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലാണ്. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അള്ളാഹു എളുപ്പത്തിൽ എൻ്റെ ഹിസാബ് നീ തീർക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ ഒരു ബോധത്തോടുകൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ, അവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.